ഇപ്പൊ ഓണപരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്യുന്നത് എന്നാണ് കുട്ടികൾക്കും മന്ത്രിക്കൊക്കെയുള്ള സംശയം. അപ്പൊ അവർക്ക് അറിയാത്തവർക്കായിട്ട് ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. ഇപ്പൊ കുറച്ച് കൊല്ലങ്ങളായി എക്സാം എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്ന കാര്യമാണ് മിസ്സേ മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആവോ എന്നുള്ളത്. ശരിയാണ്, ഇപ്രാവശ്യം മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആവുക തന്നെ ചെയ്യും. പക്ഷേ ഇപ്രാവശ്യം ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇപ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആവാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെയോ യൂട്യൂബിലൂടെയോ ഒന്നുമല്ല. ഇൻസ്റ്റാഗ്രാമിലൂടെയോ യൂട്യൂബിലൂടെയോ ഒന്നും അല്ല ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആവാൻ പോകുന്നത്. പിന്നെ ഇതിലൂടെയാണ് ഇപ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആവാൻ പോകുന്നത് ഒരൊറ്റ വാട്സ്ആപ്പ് ചാനലിലൂടെയാണ്. ഒരൊറ്റ വാട്സ്ആപ്പ് ചാനലിലൂടെയാണ്. ഇതിന്റെ വീഡിയോ ബാക്കിയുണ്ട്, ഞാനത് എനിക്കൊരു ഉൾപ്പെടെയുണ്ട് കാണിക്കുന്നില്ല. അതായത് ആ ഗ്രൂപ്പിൽ വന്നാൽ തലേ ദിവസം കുറച്ച് ക്വസ്റ്റ്യൻ തരും. മിസ് എന്ന് കമന്റ് ചെയ്താലും മിസ് കുറച്ച് ക്വസ്റ്റ്യൻ തരും. ആ ക്വസ്റ്റ്യൻ പഠിച്ച് പോയാൽ മതി. ഇങ്ങനെ 5 ലക്ഷം കുട്ടികൾക്ക് ഞാൻ മാത്സിൽ ഫുൾ മാർക്ക് വാങ്ങിക്കൊടുക്കുന്നതാണ് മിസ് പറയുന്നത്. ഞാനിത് വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയല്ല, സമാനമായ മോഡുള്ള ഒരുപാട് വീഡിയോസ് ഓൺലൈനിൽ കറങ്ങി നടപ്പുണ്ട്. ഇവരൊക്കെ ചെയ്യുന്നത് കുട്ടികളുടെ ഭാവി തൊലക്കുക തന്നെയാണ്. വിദ്യാഭ്യാസ മന്ത്രി ഇതിനെതിരെയൊക്കെ നടപടി എടുക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് വളരെ നല്ലതാണ്. മാത്രമല്ല, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ നിലവാരം ഉയർത്തണം. ഇവർക്കൊക്കെ പ്രഡിക്റ്റ് ചെയ്യാവുന്ന രൂപത്തിൽ നാളെ വരുന്ന ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് തലേ ദിവസം പറയാവുന്ന രൂപത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന മന്ത്രിയും മന്ത്രിയുടെ ഡിപ്പാർട്ട്മെന്റും ഇതിന് ഉത്തരവാദികളാണ്. അപ്പോൾ മന്ത്രിയെ സ്വന്തം അറസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഞാൻ പറയുന്നത്, ഇങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് കുട്ടികളെ വിളിച്ച് കയറ്റുന്നവരും ആ കയറ്റുന്നവർ കൊടുക്കുന്ന ചോദ്യങ്ങൾ അതുപോലെ പിറ്റേ ദിവസം ക്വസ്റ്റ്യൻസ് ഇടുന്നവരും ഇതിന് ഉത്തരവാദികളാണ്. കുട്ടികൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ കമന്റ് ബോക്സിൽ ഫയർ ചെയ്യുമ്പോൾ, നിങ്ങൾ കമന്റ് ബോക്സിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭാവിയാണ് ഇവർ തുലക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വിവേകം നിങ്ങൾ ഈ സമയത്ത് കാണിക്കണം.